ഗ്രേമെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് എ ലൈൻ സ്ലീവുള്ള ടോപ്പാണ് ചെയ്യുന്നത്. വിത്ത് ഇലാസ്റ്റിക്കും ഉണ്ട്. സ്ലീവിന് ഇലാസ്റ്റിക് നെക്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. 2.5 ഇഞ്ച് കഴുത്ത് വീതി എടുക്കുക. 1 ഇഞ്ച് താഴ്ചെടുത്താൽ മതി. കാരണം സ്ലീവിൽ നമ്മളൊരു 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. അത് സ്ലീവിന് വേണ്ടി വരക്കണതാണ്. സ്ലീവിൻ്റെ പീസ് അവിടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് അവിടെ ഒരു 3 ഇഞ്ച് ഇലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ നെക്ക് 2.5 നെക്കിൻ്റെ ഇറക്കനുസരിച്ച് ഇലാസ്റ്റിക് വേണമെങ്കിൽ വെച്ചെടുക്കുക. അല്ലെങ്കിൽ നെക്ക് വെറുതെ എടുത്ത് ഞാൻ പ്ലീറ്റ് കിട്ടും. ഇലാസ്റ്റിക് ഇടുമ്പോഴേക്കും നെക്കിൻ്റെ താഴ്ച 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറാണ്. ഒരു 6 ഇഞ്ച് ഷോൾഡറും വരും. ആ ഭാഗം വരെയാണ്. കൈക്കുഴിയാണ് വരുന്നത്. കൈക്കുഴി എത്ര അളവനുസരിച്ച് അതിനനുസരിച്ചാണ് കൈയുടെ പീസ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുക. ഷോൾഡറോളം വരെയും വരും. പിന്നെ അതിൽ അവിടെ വരെ ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടത്. ജസ്റ്റ് അളവ് 10 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ അളവിൽ നിന്ന് സ്ലീവിനുള്ളത് ഇത് ചരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇടുപ്പ് വരെയുള്ള അളവെടുക്കണം. അതിന് 1 ഇഞ്ച് കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കൈക്കും കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് വേണമെന്നുണ്ടെങ്കിൽ ലൂസ് ഇട്ട് ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ അളവിൽ കൈവണ്ണം അനുസരിച്ച് ചെയ്താൽ മതി. ആ ഭാഗമാണ് പ്ലീറ്റ് വരുന്നത്. ആ കൈക്കുഴി തന്നെ വശം. നെക്കിൻ്റെ ഇറക്കം അനുസരിച്ച് ഇലാസ്റ്റിക് വെച്ചാൽ മതി. കൈക്കുഴി ഭാഗം, കൈ നീളം അരവണ ഷേപ്പ് ചെയ്തത്. ഇനി തുണിയിൽ കട്ട് ചെയ്യാൻ നോക്കാം. 42 ഇഞ്ച് വീതിയുള്ള തുണിയാണെങ്കിൽ 70 സെൻറ്റിമീറ്റർ തുണി മതി. അതിനെ ഇതേപോലെ 4 മടക്കിയിടണം. എന്നിട്ട് ഇനി സ്ലീവ് വെക്കണത് ആം ഹോളിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൈ പീസ് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇറക്കം എത്രയാണെന്ന് നോക്കാം. സ്ലീവിൻ്റെ അവിടെ 2.5 ഇഞ്ച് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് ഇറക്കം അടയാളപ്പെടുത്തിയാൽ മതി. തൽക്കാലം ഒരു 27 ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്താം. ഇനി ചെസ്റ്റ് അളവ് 10.5 ഇഞ്ച് അളപ്പെടുത്താം. അത് കഴിഞ്ഞ് നെറ്റ് പീസാണ് എടുക്കുന്നത്. അതൊരു 1/2 മീറ്റർ ഉണ്ട്. ആം ഹോളിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അളവിൽ വെച്ച് കൊടുക്കണം. അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റാം. കഴുത്ത് വീതി എത്ര വെച്ചാൽ അതിനനുസരിച്ച് നീക്കി വെച്ച് കൊടുക്കണം. ഇപ്പം 2.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് പീസ് അതേപോലെ നീക്കി വെച്ച് കൊടുക്കണം. ഈ ആം ഹോള് ഒരു 6 ഇഞ്ചിൽ എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വനത്തിലാണ് ആ പീസ് വെച്ച് കൊടുക്കാനായിട്ട്. ബാക്കി 3 ഇഞ്ചോളം ഇലാസ്റ്റിക് ഇടാനുള്ളതാണ്. ഫുള്ള് ഇടണമെങ്കിൽ ഇടാം. നെക്ക് ഇറക്കം എത്രയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇലാസ്റ്റിക് ഇട്ടും. ഇലാസ്റ്റിക് ഇട്ടില്ലെങ്കിൽ നെക്കിൻ്റെ ഇറക്കം കൂടുതലായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 3 ഇഞ്ച് മതി. അപ്പോൾ ബ്ലാക്ക് പീസിൽ നിന്ന് 2.5 ഇഞ്ചും ഇതിൽ നിന്നുള്ളതും കൂടി 3 ഇഞ്ച് കിട്ടും. അത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ മടക്കി തയ്ക്കാൻ ഏതെങ്കിലും അതിനുള്ളതാണ്. നെക്കിന് 2.5 ഇഞ്ച് എടുക്കുമ്പോൾ 1/2 ഇഞ്ച് മടക്കി തയ്ക്കുമ്പോൾ 3 ഇഞ്ച് കഴുത്ത് വീതി വരും. അതിൽ നിന്ന് കൈക്കുഴി ഷേപ്പ് ചെയ്യുക.
2.5 ഇഞ്ച് കഴിച്ചുള്ള ഭാഗം 13 ഇഞ്ച് എടുത്തിട്ട് ഇടുപ്പ് വരെയുള്ള ഭാഗം എടുക്കുക. അതിൽ നിന്ന് 1 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ട് താഴോട്ട് ഷേപ്പ് ചെയ്ത് പോവുക. കൈ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് ഇടണത് കൊണ്ടാണ് ഇങ്ങനെ വീതിയുള്ളത്, അല്ലെങ്കിൽ കയ്യിൽ വണ്ണം അനുസരിച്ച് ഷേപ്പ് ചെയ്താൽ മതി. ഇനി കട്ട് ചെയ്ത് മാറ്റാം. കൈയും ഷേപ്പ് ചെയ്ത് കൊടുക്കും. താഴെ ഇലാസ്റ്റിക് ഇട്ടുകൊണ്ടാണ് കൂടുതൽ വീതിയുള്ളത്, അല്ലെങ്കിൽ കൈ വണ്ണം അനുസരിച്ച് ഷേപ്പ് ചെയ്താൽ മതി. അത് ഇലാസ്റ്റിക്കിന് വേണ്ടി നമുക്ക് മടക്കി കൊടുക്കാനുള്ളതാണ്. അങ്ങനെ വെച്ച് കൊടുക്കുക. നെക്ക് മടക്കി തയ്ക്കുക. വെറുതെ മടക്കി നെറ്റ് പീസാവില്ല, പീസ് വെച്ച് മറിക്കണമെന്നില്ല, നൂലൊന്നും ഇളകി പോവില്ല. അത് തയ്ച്ച് കഴിയുമ്പോൾ ഇതേപോലെ കിടക്കും. ഇനി ലൈനിങ് എന്നുണ്ടെങ്കിൽ ആ നീല പീസിൻ്റെ അളവിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം നെക്കിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇറക്കിയാണ് വെക്കുന്നത്. ലൈനിങ് ഷോ കിട്ടാൻ വേണ്ടി ആദ്യം ഇതുപോലെ ഒരു 1/4 ഇഞ്ച് മടക്കി തയ്ക്കുക. അത് കഴിഞ്ഞ് അതിൽ നിന്ന് 1.5 ഇഞ്ച് ലൈനിങ് പീസ് ഇറക്കി പിടിപ്പിക്കണം. അപ്പോൾ ലൈനിങ് പീസിൽ നിന്ന് 1.5 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ ഇറക്കി പിടിപ്പിക്കാം. ഉൾഭാഗത്തോട്ട് 1/4 ഇഞ്ച് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. മടക്കിയിട്ട് മീതെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അത് ഫ്രണ്ട് പീസ് കഴിഞ്ഞപ്പോൾ ബാക്ക് പീസ് സാധാരണ അടിച്ച് മടക്കുന്ന പോലെ ലൈനിങ്ങും നല്ല പീസും വെച്ച് നെറ്റ് പീസ് വെച്ച് 1/4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി തയ്ക്കുക. നല്ല ഭാഗത്ത് പതിച്ചടിച്ചു കൊടുക്കുക, ഫിനിഷ് ചെയ്തെടുക്കുക. ഒരു പോയിൻ്റ് ഇട്ട് അത് അരിയത്തെ കൂടെ അടിച്ചു കൊടുത്താൽ മതി. ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് 1/4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി തയ്ക്കുക. ടോപ്പിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഉൾഭാഗം 1/4 ഇഞ്ച് മടക്കി തയ്ച്ച് കൊടുത്താൽ മതി. വേറെ പീസൊന്നും വെച്ച് കൊടുക്കണം, നെറ്റ് പീസ് ആയതുകൊണ്ട് പീസൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമേനില്ല. ഒരു മടക്കി തയ്ച്ചാൽ മതി. മടക്കി തയ്ക്കും.
ലൈനിങ്ങും ഉൾഭാഗത്ത് വെച്ചിട്ട് തന്നെ കാഞ്ഞ് മടക്കി തയ്ക്കാം. അതുപോലെ വെച്ചിട്ട് പതിച്ചടിച്ചാൽ മതി. അരികെ അടിച്ചു കൊടുക്കും. നെക്കിൻ്റെ താഴെയുള്ള പീസ് ആ ഭാഗത്ത് 2 ഭാഗം ഒരേപോലെ വെക്കണം. ഒരേ അളവിൽ തന്നെ വെച്ചടിക്കണം. എന്നിട്ട് മറ്റുള്ള ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ചെടുത്താം. ഇനി ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ഫുൾ ഇലാസ്റ്റിക് വെച്ചെടുക്കണം, അതുപോലെ വെച്ച് കൊടുക്കണം. ഇലാസ്റ്റിക് വെക്കാതെ അടിക്കണമെങ്കിൽ നെക്കിൻ്റെ ഇറക്കം അനുസരിച്ച് ചെയ്താൽ മതി. ഇത് സ്ലീവിൻ്റെ താഴെയാണ് 2 ഭാഗം ഉറപ്പിച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഇലാസ്റ്റിക് ഉറപ്പിച്ച് നിർത്തണം. കൈയുടെ വണ്ണനുസരിച്ച് ഇലാസ്റ്റിക് എടുക്കണം. ഇപ്പോൾ ഇതിൽ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇലാസ്റ്റിക് ഉള്ളിൽ വെച്ചിട്ട് അരികെ മടക്കി തയ്ച്ചാൽ മതി. ഇലാസ്റ്റിക്കിൽ കൊള്ളാത്ത വിധത്തിൽ തയ്ക്കണം. അങ്ങനെ 2 കൈ അടിച്ചെടുക്കണം. ഇത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. മുകൾ ഭാഗത്ത് ഷോൾഡറിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ളതാണ്. ആദ്യം ഒന്ന് അരയിഞ്ച് മടക്കി തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ എത്രയൊന്നും അളവനുസരിച്ച് ഇതിപ്പോൾ 6 ഇഞ്ച് എടുത്തേക്കുന്നത് 1.5 ഇഞ്ച് വരെ ഇലാസ്റ്റിക് വെറുതെ അടിച്ചു കൊടുക്കണം. രണ്ട് ഭാഗത്തും 1.5 ഇഞ്ച് ഇടവിട്ടിട്ട് അടിച്ചു കൊടുക്കണം. അത് 1.5 ഇഞ്ച് വരെ വെറുതെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് പ്ലേറ്റ് കിട്ടാൻ വേണ്ടി ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് മറ്റേ ഭാഗവും അതേപോലെ 1.5 ഇഞ്ച് വലിച്ചു പിടിക്കാതെ അടിക്കണം. ഇനി നെക്ക് ഫുള്ളായിട്ട് ഇലാസ്റ്റിക് ഇടുന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ നീളം കുറച്ചെടുത്തിട്ട് ഫുള്ള് ഇലാസ്റ്റിക്കിൽ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ 2.5 ഇഞ്ച് ആവാനുള്ളൂ. ബാക്കി 2.5 ഇഞ്ച് ഒഴിഞ്ഞെടുക്കും. നീല പീസിലോട്ട് ഫിറ്റ് ചെയ്യാം. ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്തുനിന്ന് കൈക്കുട്ട അളവാണ്. നെക്കിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങാം. കൈക്കുഴി വെട്ടിയേക്കണ വരെ അടിച്ചു കൊടുക്കാം. അതൊരു ഭാഗമാണ്. എന്നിട്ട് ആ കറുത്ത പീസിൽ പതിച്ചടിക്കുക. ഇപ്പോൾ ബാക്ക് പീസാണ് അടിച്ച് ഫ്രണ്ട് പീസ് ഒരു പീസ് അടിച്ച് ഇനി മറ്റേ ഭാഗത്തും അതുപോലെ തന്നെ കൈക്കയുടെ ഭാഗം കറക്റ്റാക്കി വെച്ചിട്ട്
ഷോൾഡറിലൊക്കെ നെക്കിൻ്റെ ആ ഭാഗത്തൊക്കെ അടിച്ചു വരിക. ഇപ്പോൾ 2 ഭാഗം അടിച്ചു കഴിഞ്ഞ് ബാക്ക് പീസ് തന്നെ പതിച്ചടിക്കും. സ്ലീവ് പിടിപ്പിച്ച് ഇനി ബാക്ക് പീസിലും അതുപോലെ തന്നെ പിടിപ്പിച്ചു കൊടുക്കുക. നെക്കൊഴിച്ച് നിർത്തിയിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് നിന്ന് പിടിപ്പിക്കാൻ എളുപ്പമുള്ള രീതി ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് പിടിപ്പിച്ചു പോവുക. ഇപ്പോൾ 2 സ്ലീവും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കും ഫ്രണ്ടും ചേർത്ത് വെച്ചടിച്ച് അതും കൂടി പതിച്ചടിച്ചാൽ പതിച്ചടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ 2 സ്ലീവ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി കൈയുടെ വണ്ണം അനുസരിച്ച് ഇലാസ്റ്റിക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. ഇലാസ്റ്റിക് വേണ്ടെങ്കിൽ കൈവണ്ണം അനുസരിച്ച് ഷേപ്പ് ചെയ്തിട്ട് സൈഡ് അടിച്ച് പോയാൽ മതി. തയ്യൽത്തുമ്പ് എപ്പോഴും മുകൾ ഭാഗത്തോട്ടിരിക്കണം. മറ്റേ ഭാഗം അതേപോലെ തന്നെ അടിക്കുക. അതിനുശേഷം അടിഭാഗം ഒരിഞ്ച് മടക്കി തയ്ക്കാം. ടോപ്പ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഇരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം.